മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്തിൽ LDF-ന് ഭരണം നഷ്ടമായി. UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. LDF-ന്റെ നുസൈബ സുധീർ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചു. അതോടെയാണ് ഈ ഭരണമാറ്റം ഉണ്ടായത്. PV അൻവറിന്റെ നിലപാടാണ് ചുങ്കത്തറയിലെ ഭരണമാറ്റത്തിനിടയാക്കിയത്. അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കിടെ ചാണകവെള്ളം തളിച്ച സംഭവത്തിൽ LDF-നെതിരെ ഗുരുതര ആരോപണവുമായി UDF അംഗങ്ങൾ രംഗത്തെത്തുകയും ചെയ്തു. പിണറായി സത്തിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി തൃണമൂൽ കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലം സെക്രട്ടറിയാണ് വൈസ് പ്രസിഡൻ്റായി ഇപ്പോൾ UDF-ന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുള്ള നുസൈബ. ആ വോട്ട് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്, ആ അവകാശമാണ്. പക്ഷേ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കണ്ട സഹോദരിമാരുടെ മേലിലും ഈ പറയുന്ന മെമ്പർമാരുടെ മേലിലും ഈ തളിച്ചിട്ടുള്ള ചാണകം, ഈ ചാണകം കൊണ്ട് ആരാ കളിച്ചിരുന്നത് വരെ? ഇന്ത്യൻ രാഷ്ട്രീയം കീഴടക്കിയ BJP ചാണകവും മൂത്രവും, പശുവിൻ ചാണകവും പശുവിൻ മൂത്രവും വെച്ചിട്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയം കീഴടക്കിയത്. അതേ RSSൻ്റെയും BJPയുടെയും ഒപ്പത്തിനൊപ്പം നടക്കുകയാണ് ഈ പറയുന്ന പിണറായിയും CPM-ഉം. ഇന്ന് നടന്ന അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുത്തതിൻ്റെ അടയാളങ്ങളാണ് ഈ കാണുന്നതൊക്കെ. വളരെ മോശമായ രീതിയിൽ ചാണകവും മലമൂത്ര വിസർജ്യമൊക്കെ കൊണ്ടിട്ടാണ് ഒരു പറ്റം CPM മെമ്പർമാർ ഭരണസമിതി യോഗത്തിലേക്ക് കടന്നു വന്നത്. അവർ കടന്നു വരുന്നതോടെ കുപ്പി കൊണ്ടെറിഞ്ഞു. അതുപോലെ ഈ മലമൂത്ര വിസർജനം ചാണകം അടക്കമുള്ള സാധനങ്ങൾ കൊണ്ടെറിഞ്ഞു. അത് ഞങ്ങൾ സഹമെമ്പർ ലിബിനെ അവരടിച്ചു. ലിബിൻ്റെ മുഖത്തൊക്കെ അടിച്ചിട്ടുണ്ട്, അത് കണ്ടാലറിയാം. അപ്പോൾ ഈ രീതിയിലുള്ളൊരു വളരെ മോശമായൊരു നടപടിയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. വിപിൻ C. വിജയനാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. വിപിൻ, വളരെ മോശമായ നടപടിയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറിയ രീതിയിൽ പാളിച്ചകൾ വന്നാൽ അത് എല്ലാവരും, അതിപ്പോൾ LDF-നെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, എല്ലാ രാഷ്ട്രീയക്കാരും വളരെയധികം ശ്രദ്ധയോടെ കരുതലോടെ പോകേണ്ട ഒരു സമയത്താണ്. ഇതിപ്പോൾ PV അൻവറിൻ്റെ ഇടപെടൽ അത് നിർണായകമായി അല്ലേ? അതെ, ഈ ചുങ്കത്തറ പഞ്ചായത്തിൽ 10-10 എന്നുള്ളതായിരുന്നു കക്ഷിനില. ഈ ഒരു ഘട്ടത്തിലാണ് അവിശ്വാസ പ്രമേയം വരുന്നത്. ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള ഒരു പ്രധാന കാരണം CPM-ന്റെ അംഗമായിട്ടുള്ള നുസൈബ സുധീർ അവർ UDF-നൊപ്പം നിൽക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് UDF ഇത്തരത്തിലുള്ള അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്. അങ്ങനെ കരുതാനുള്ള ഒരു കാരണം നുസൈബ സുധീറിൻ്റെ ഭർത്താവ് സുധീർ തൃണമൂൽ കോൺഗ്രസിൻ്റെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൻ്റെ ചെയർമാനാണ്. അപ്പോൾ ആ രീതിയിൽ UDF-നൊപ്പം നിൽക്കാം എന്നുള്ളത് ഇവർ തീരുമാനിച്ചു എന്നുള്ളതായിരുന്നു പുറത്തു വന്നിട്ടുള്ള വിവരം. ഈ അവിശ്വാസ പ്രമേയം വന്ന് ഇന്ന് അതിരാവിലെ തന്നെ ഈ നുസൈബ സുധീറും മറ്റ് 10 UDF-ന്റെ അംഗങ്ങളും പഞ്ചായത്തിനുള്ളിൽ കയറിയിരുന്നു. 11 മണിക്കാണ് അവിശ്വാസ പ്രമേയം എന്നുണ്ടെങ്കിലും 7 മണിക്ക് തന്നെ അവർ ഈ പഞ്ചായത്തിനുള്ളിൽ കയറിയിരുന്നു. അതിനുശേഷം ഒരു 10:30 കൂടി LDF-ന്റെ അംഗങ്ങൾ വരികയും പോലീസ് അവിടുന്ന് മാറാൻ പറയുകയും അവിടുന്ന് പിന്നെ അങ്ങോട്ടേക്ക് കൂട്ടയടിയായിരുന്നു. 2 തവണ പോലീസ് ലാത്തി വീശുന്ന സാഹചര്യമുണ്ടായി. PV അൻവർ പുറത്തു നിന്നും ഗുണ്ടകളെ ഇറക്കി എന്ന് പറഞ്ഞുകൊണ്ട് CPM-ഉം പോലീസും തമ്മിൽ നേർക്കുനേർ നിന്ന് ഒരു അടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ റോഡിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത്. നടുറോഡിൽ വെച്ചിട്ടായിരുന്നു ഈ LDF UDF തമ്മിലും കൂട്ടടി നടന്നത്. ഒപ്പം തന്നെ PV അൻവറിനെ ഒരു ഷട്ടറിനകത്ത് കുറച്ചു നേരം തന്നെ ഇരുത്തേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു ഈ സംഘർഷത്തെ തുടർന്ന്. അതിനുശേഷം UDF-ന്റെ അംഗങ്ങൾ തന്നെ അദ്ദേഹത്തെ തോളിലേറ്റിയാണ് പിന്നീട് പുറത്തേക്ക് വന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ UDF പ്രവേശനമൊക്കെ ചർച്ചയായി നിൽക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു അവിശ്വാസ പ്രമേയത്തിന്റെ വിജയം അത് PV അൻവറിനെ സംബന്ധിച്ചൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു നേട്ടം കൂടിയാണ്. ഇന്നിപ്പോൾ CPM-നെ സംബന്ധിച്ച ക്ഷീണവുമാണ്. കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പൊക്കെ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ വൈകിട്ട് 7 മണിയോടുകൂടി ഒരു പൊതുയോഗം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ചുങ്കത്തറ പഞ്ചായത്തിൽ.